കയ്യിലൊന്നും ഒരു പൈസ ഇല്ലല്ലോടെ. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ആ ഉണ്ടെങ്കിൽ പിന്നെ ഒരു 500 രൂപ താ. ഇല്ല. പിന്നെ നീ എന്തിനു തൊലിച്ചത്? ഹലോ, എവിടെ നിൽക്കണ്ട? നീ പെട്ടെന്ന് വീട്ടിലോട്ടാ, ഒരു അത്യാവശ്യ കാര്യം. ആരടെ? ഞാൻ പറയുമ്പോൾ നീ സപ്പോർട്ട് ചെയ്യുന്നതായി. നമ്മൾ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ സെറ്റ് ചെയ്യുന്നു. അണ്ണാ ഞാൻ എത്തി. എനിക്കൊരു കാര്യം പറയാം. പറയണ്ണ. നീ അറിയാതെ നിന്നെ ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ചുമ്മാ അണ്ണ, നിങ്ങളെ വിളിച്ചോരെന്ന് പറഞ്ഞ് കളിപ്പിക്കാതെ. സത്യം. അത് നീ ഇപ്പൊ പറഞ്ഞ നീ പറ. നമ്മളെ പയ്യന്മാരത്തെ നമ്മളെ ഒന്നും ഒളിപ്പിക്കാൻ പാടില്ല. കാര്യം പറ. പക്ഷെ നീ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ചില ഇഷ്ടങ്ങളുണ്ട്, ചിലപ്പം നീ അറിയില്ല. അത് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. കാരണം അവളെ നോട്ടവും സംസാരവും ഒക്കെ കാണുമ്പോ നമുക്കറിയാലോടേ. നമ്മളെ ഏരിയയിൽ ഇത്രയും പയ്യന്മാരുണ്ടായിട്ട് ഇവരെ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്തെന്നാണ് എനിക്കറിയുന്നത്. അവൾക്ക് എവനെ തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേ? നമ്മളൊക്കെ ഈ ഏരിയയിൽ ഉണ്ടായിട്ടും കരുവാട് അണ്ണാ ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നത്. എങ്കിലും നീ എങ്ങനെ സാധിച്ച്? സംഭവം നിന്റെ ഫിറ്റ്നസ് ആണ്. ഇതൊക്കെ ഇപ്പടിയെല്ലാം ഹാർഡ് വർക്ക് പண்றா നീ. സംഭവം ആരെന്ന് പറയാം, പക്ഷെ ചെലവ് വേണം. ഞാൻ എന്തുകൂടെ ചെയ്യാം അണ്ണാ? ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ 2 അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെയാണ് പയ്യന്മാര്. അവളായിട്ട് വന്ന് പറയാന്നാണ് പറഞ്ഞത്. ഞാൻ എന്റെ മരണം വരെ വെയിറ്റ് ചെയ്യും. നിനക്ക് വേറെ പ്രേമൊന്നും ഇല്ലല്ലോ? ഉണ്ടെന്ന് അറിഞ്ഞാലേ ആ പെണ്ണ് സൂസൈഡ് ചെയ്യും. ഇല്ലണ്ണ ഇല്ല, അവളെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. അതും അടുത്ത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാം. അല്ല, അറിഞ്ഞിട്ട് പറയാം. അണ്ണാ മറക്കല്ലേ, നമ്മൾ വന്നാലും നീ മറക്കല്ലേ കേട്ടാ. അടുത്ത അപ്ഡേറ്റ് പറയണേ. ഞാൻ എത്ര ചെലവ് ചെയ്യും, എന്നാലും അവളെ ഞാൻ വിടൂല.